കേരള ഗവൺമെന്റിനെ LDF കൺവീനർ ഇ പി ജയരാജൻ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ കോഴിക്കോട് യൂത്ത് കോൺഗ്രസിന്റെ കളക്ടറേറ്റ് മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുന്നു. ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. പ്രവർത്തകർക്ക് നേരെ ഇപ്പോൾ കണ്ണീർ വാതകം പ്രയോഗിച്ചിരിക്കുകയാണ്. വളരെ വലിയൊരു സംഘർഷമാണ് കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിലെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. നേരത്തെ പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. എന്നിട്ടും പിരിഞ്ഞു പോകാതെ ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ട് നീങ്ങാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെയാണ് ഇപ്പോൾ കണ്ണീർ വാതകം പ്രയോഗിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി കഴിഞ്ഞ ഒരാഴ്ചയായി യൂത്ത് കോൺഗ്രസ് സമരരംഗത്താണ്. പലയിടങ്ങളിലും സംഘർഷമുണ്ടായി. ഇന്നലെ ആലപ്പുഴയിലും കാഞ്ഞങ്ങാടും യൂത്ത് കോൺഗ്രസ് മാർച്ചിനു നേരെ പോലീസ് നടപടിയുണ്ടായി. ഇന്നിപ്പോൾ കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിന് നേരെയാണ് പോലീസിൻ്റെ നടപടിയുണ്ടായിരിക്കുന്നത്. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ഇപ്പോൾ കണ്ണീർ വാതകം പ്രയോഗിച്ചിരിക്കുകയാണ്. ആദ്യം കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയ പ്രവർത്തകരെ ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് തടഞ്ഞു. പിന്നീട് അവിടെ LDFിൻ്റെയും CPMൻ്റെയും ഒക്കെ ബോർഡുകളും ബാനറുകളുമൊക്കെ പ്രവർത്തകർ നശിപ്പിച്ചു. ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ട് നീങ്ങാൻ ശ്രമിച്ച പ്രവർത്തകരെ പിരിച്ചുവിടാൻ ആദ്യം ജലപീരങ്കി പ്രയോഗിച്ചു. എന്നിട്ടും പിരിഞ്ഞു പോകാതെ പ്രവർത്തകർ നിന്നപ്പോഴാണ് ഇപ്പോൾ കണ്ണീർ വാതകം പ്രയോഗിച്ചിരിക്കുന്നത്. വളരെ വലിയൊരു സംഘർഷം കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിൽ. കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിൽ സംഘർഷം തുടരുകയാണ്. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് വീണ്ടും ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ കളക്ടറേറ്റിന് മുന്നിൽ കൂടി നിൽക്കുകയാണ്. നേരത്തെ മാർച്ച് ആയി കളക്ടറേറ്റിന് മുന്നിലെത്തിയ പ്രവർത്തകരെ ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് മറികടന്നും മുന്നോട്ട് നീങ്ങാൻ ശ്രമിച്ച പ്രവർത്തകരെ പിരിച്ചുവിടാൻ ജലപീരങ്കി പ്രയോഗിച്ചു. അതിനുശേഷമായിരുന്നു അവിടെ ഈ മാർച്ചിൻ്റെ ഉദ്ഘാടനം നടന്നത്. ഉദ്ഘാടനത്തിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും സംഘർഷമുണ്ടായിരിക്കുന്നത്. പ്രവർത്തകർക്ക് നേരെ രണ്ടാമതും ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. മുദ്രാവാക്യം വിളികളുമായി റോഡിൽ തന്നെ നിൽക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ.
കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോഴും പിരിഞ്ഞു പോയിട്ടില്ല. അവർ അവിടെ റോഡ് ഉപരോധിക്കുകയാണ്. നേരത്തെ പ്രകടനമായി കളക്ടറേറ്റിന് മുന്നിലേക്ക് എത്തിയ പ്രവർത്തകരെ ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് തടഞ്ഞിരുന്നു. ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ട് നീങ്ങാൻ ശ്രമിച്ച പ്രവർത്തകരെ പിരിച്ചുവിടാൻ ആദ്യം ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് പ്രവർത്തകർ അവിടെ ധർണ നടത്തി. ധർണയുടെ ഉദ്ഘാടനത്തിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും സംഘർഷമുണ്ടായിരിക്കുന്നത്. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. രണ്ടാമതും ജലപീരങ്കി പ്രയോഗിച്ചു. എന്നിട്ടും പിരിഞ്ഞു പോകാതെ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് പ്രവർത്തകർ. പോലീസിന് നേരെ വളരെ രൂക്ഷമായ മുദ്രാവാക്യം ഉയർത്തിയാണ് അവിടെ പ്രതിഷേധം ഇപ്പോഴും തുടരുന്നത്. സമരം ചെയ്ത പ്രവർത്തകരെ കൂട്ടത്തിൽ നേതാവിന് അറസ്റ്റ് ചെയ്തൊരു പോലീസ് ഞങ്ങളൊന്ന് പറഞ്ഞേക്കോ. തിരിച്ചടിക്കും കട്ടായോ. ഞങ്ങളുടെ കൈകളിൽ ലാത്തികളില്ല. ഞങ്ങളുടെ കൈകളിൽ ഷീൽഡുകളില്ല. ഞങ്ങളുടെ തലയിൽ ഹെൽമറ്റ് ഇല്ല. ഞങ്ങൾ അക്രമകാരികളല്ലോ. ന്യായമായ സമരത്തിന്റെ അവകാശങ്ങളുടെ പോരാട്ടത്തിന് തയ്യാറെടുത്തു വരുന്നവർ ഞങ്ങൾ യൂത്ത് കോൺഗ്രസ്. Congress
സുവർണ്ണക്കൊടി കൈകളിലേന്തി മറ്റേ കയ്യിൽ ആയുധമേന്തോ കോഴിക്കോട് യൂത്ത് കോൺഗ്രസിന്റെ കളക്ടറേറ്റ് മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുന്നു. ഇപ്പോഴും പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ റോഡിൽ കുത്തിയിരിക്കുകയാണ്. തത്സമയ വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ കോഴിക്കോട് വയനാട് റോഡിലാണോ പ്രവർത്തകർ ഇപ്പോൾ ഉപരോധം നടത്തുന്നത്? എന്താണ് ഒരു അവസ്ഥ? ഈ രീതിയിൽ അധിക നേരം മുന്നോട്ട് പോകാൻ കഴിയില്ല. പോലീസ് അടുത്ത നടപടിയിലേക്ക് കടക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണോ? ദിബീഷ്, അല്പസമയം മുൻപ് ഈ യൂത്ത് കോൺഗ്രസ് നടത്തിയ ഈ മാർച്ച് വലിയ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമായി ഈ നേതാക്കളുടെ പ്രസംഗത്തിന് ശേഷം യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി വിദ്യാ ബാലകൃഷ്ണനായിരുന്നു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തിരുന്നത്. തുടർന്ന് പിന്നാലെ തന്നെ പ്രവർത്തകർ ഈ ബാരിക്കേഡുകൾ, പോലീസ് ഇവിടെ കളക്ടറേറ്റിന് മുൻപിൽ തീർത്ത ബാരിക്കേഡുകളെല്ലാം തന്നെ തകർത്ത് അത് പിന്നീട് റോഡിലേക്ക് വലിച്ചിഴയ്ക്കുന്ന ഒരു സമീപനമുണ്ടായി. അതോടെ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്നും പ്രവർത്തകർ പിരിഞ്ഞു പോകാത്ത സാഹചര്യത്തിൽ പ്രവർത്തകർക്ക് നേരെ പോലീസ് ഒരു സ്ഫോടക വസ്തു എറിഞ്ഞു. പോലീസ് പറയുന്നത് അത് ടിയർ ഗ്യാസ് ആണ് എന്നാണ്. പക്ഷെ ടിയർ ഗ്യാസ് സാധാരണയായി പൊട്ടുന്നതായി കാണാറില്ല. പക്ഷേ ഇവിടെ ഈ വസ്തു, സ്ഫോടക വസ്തു പൊട്ടിത്തെറിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. എന്തായാലും അതിനുശേഷമാണ് ഇപ്പോൾ പ്രവർത്തകർ വയനാട് റോഡ് ഉപരോധിച്ചു തുടങ്ങിയത്. പ്രവർത്തകർ ഇപ്പോഴും വയനാട് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധം നടത്തുകയാണ്. നേരത്തെ തുടക്കത്തിൽ, ഈ പ്രതിഷേധത്തിന്റെ തുടക്കത്തിൽ വയനാട് റോഡ് ഉപരോധിക്കുമ്പോൾ ചില വാഹനങ്ങൾ പ്രവർത്തകർ തടഞ്ഞിരുന്നു. ഇപ്പോൾ വയനാട് റോഡിലെല്ലാം തന്നെ ഇരുഭാഗത്തും വാഹനങ്ങളുടെ വലിയ നിര, ഗതാഗത തടസ്സത്തെ തുടർന്ന് വലിയ നിരയാണ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. എന്തായാലും പോലീസ് അടുത്ത നടപടികളിലേക്ക് കടക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് പോലീസും വരികയാണ്. പോലീസ് ഇപ്പോൾ എത്ര വരെ ഇവരുടെ പ്രതിഷേധം നീങ്ങും എന്നാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. ഇനിയും ഈ പ്രതിഷേധം നീളുകയാണെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നടപടികളിലേക്ക് പോലീസ് നീങ്ങുമെന്നാണ് അറിയുന്നത്. 3 തവണയാണ് ഈ സമരക്കാർക്ക് നേരെ ഇന്ന് ജലപീരങ്കി പ്രയോഗിച്ചത്. സമരം തുടങ്ങിയ സമയത്ത്, കളക്ടറേറ്റിലേക്ക് പ്രവർത്തകർ മാർച്ചുമായി വന്ന സമയത്ത് തന്നെ പ്രവർത്തകർ പോലീസിന് നേരെ കല്ലെറിയുന്ന ഒരു സമീപനമുണ്ടായിരുന്നു. മാത്രമല്ല, കളക്ടറേറ്റ് പരിസരത്തെ ഫ്ലക്സ് ബോർഡുകളെല്ലാം, സർക്കാർ അനുകൂല ഫ്ലക്സ് ബോർഡുകളെല്ലാം തന്നെ കീറിയെറിയുകയും അതിന്റെ അവശിഷ്ടങ്ങൾ പോലീസുകാർക്ക് നേരെ എറിയുകയും ചെയ്തു. പിന്നീടാണ് ആദ്യം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. പിന്നാലെ ജലപീരങ്കിക്ക് നേരെയും കല്ലെറിയുന്ന ഒരു സമീപനമുണ്ടായി. അത് കഴിഞ്ഞാണ് പിന്നീട് ഉദ്ഘാടനം നടന്നത്. അതിനുശേഷം സംഘർഷമുണ്ടായപ്പോഴാണ് 3ാമത് ജലപീരങ്കി പ്രയോഗിക്കുകയും പ്രവർത്തകർക്ക് നേരെ ഒരു സ്ഫോടക വസ്തു എറിയുകയും ചെയ്തത് പോലീസ്. അതിനുശേഷമാണ് ഇപ്പോൾ വയനാട് റോഡ് പ്രവർത്തകർ ഉപരോധിക്കുന്നത്. ലിബീഷ്, ശരി റിയാസ്, പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണെന്ന് മനസ്സിലാക്കുന്നു. കോഴിക്കോട് യൂത്ത് കോൺഗ്രസിന്റെ കളക്ടറേറ്റ് മാർച്ചിലാണ് സംഘർഷമുണ്ടായത്. പ്രവർത്തകർ ഇപ്പോൾ കോഴിക്കോട് വയനാട് റോഡിൽ ഉപരോധ സമരം നടത്തുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കേട്ടിട്ടില്ല